ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വചനമാണ് നമ്മൾ രണ്ടാമത് കേട്ടത്. കാരണം മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ മനോഹരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ലെ വചനം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതം അനുഗ്രഹമാകുന്നത് ക്ഷമിക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും ക്ഷമ കൊടുക്കുവാനും ഒരു വ്യക്തി തയ്യാറാകുമ്പോഴാണ് ബന്ധങ്ങൾ അനുഗ്രഹമായിട്ട് മാറുന്നത്. ജീവിതം അനുഗ്രഹമാകണമെങ്കിൽ, ജീവിക്കുന്നവരായിട്ട് മാറണമെങ്കിൽ ഒരുവൻ ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് അവൻ്റെ ക്ഷമയുടെ ആഴം പോലെയാണ്. ക്ഷമിക്കാത്തവൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല. ക്ഷമ കൊടുക്കാത്തവൻ യഥാർത്ഥത്തിൽ മരിച്ചവനാണ്. മരിച്ചവർക്കൊരിക്കലും ക്ഷമ കൊടുക്കാനോ ക്ഷമ സ്വീകരിക്കാനോ പറ്റുകയില്ല. അപ്പോൾ ജീവിക്കുന്നു എന്ന് നീ പറയുമ്പോൾ നിനക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ നീ ജീവിക്കുന്നവനല്ല, മരിച്ചവനാണ്, മൃതനാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് നീ ജീവിക്കുന്നു എന്ന് പറയുന്നത്, എന്നാൽ നീ ജീവിക്കുന്നവനല്ല, നീ മൃതനാണ് എന്ന് വചനം പറയാൻ കാരണം നാം ക്ഷമിക്കാതിരിക്കുമ്പോൾ നാം മരിച്ചതിന് തുല്യമാണ്. പ്രിയമുള്ളവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു അപ്പനും മകനും എന്നെ കാണുവാനായിട്ട് വന്നു. അപ്പനും മകനും കാണാനായിട്ട് വന്നു. മകന് ഏകദേശം 35 വയസ്സ് പ്രായം വരും. അവൻ വിവാഹിതനാണ്. ഒരു കൊച്ചു കുഞ്ഞുണ്ട്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഭവനമാണ്. അപ്പൻ്റെ അധ്വാനവും കഷ്ടപ്പാടുമൊക്കെ ഇവൻ്റെ സുഖലോലുപതയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ടാകും. നല്ല വാഹനമുണ്ട്, വലിയ വീടുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. ഇളയവനാണിവൻ. മൂത്ത മകൻ അപ്പുറത്ത് മാറി വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അവനും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ അപ്പനും അമ്മയും ഇളയ മകൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപ്പൻ്റെ ഓഹരിയും ഇതുമൊക്കെ ഇളയ മകന് കിട്ടിയിട്ടുണ്ട്. അപ്പൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ജീവിച്ച ജീവിതമാണ്. 2 ആൺമക്കൾക്ക് വേണ്ടിയും അപ്പൻ അഹോരാർത്ഥം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദുശീലങ്ങളിൽ ചെന്ന് വീഴാതെ തനിക്ക് കിട്ടുന്ന ആ സമ്പാദ്യം വളരെ കഷ്ടപ്പെട്ട് അത് കുടുംബത്തിന് വേണ്ടി സ്വരൂപിച്ച് അത് ശരിയായ രീതിയിൽ വ്യയം ചെയ്ത് ജീവിച്ച ഒരപ്പൻ. മക്കളെ 2 പേരെയും വിവാഹം കഴിപ്പിച്ചു വിട്ടു. ഇളയ മകനുമായിട്ട് ചില പ്രശ്നമാണിപ്പോൾ. അപ്പോൾ ഈ ഇളയ മകനെയും കൊണ്ടാണ് ഈ അപ്പൻ വന്നത്. അപ്പൻ മകൻ്റെ കാല് പിടിച്ച് കാണും, ഒരച്ഛൻ്റെ അടുത്ത് പോയി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യാമെന്ന്. അങ്ങനെ അപ്പൻ്റെ നിർബന്ധം കാരണം തന്നെയാണ് ഇവൻ വന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവർ ഇരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പൻ ആദ്യം പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു. ഇവൻ്റെ ഭാര്യയോട് ഞാൻ അല്പം ദേഷ്യപ്പെട്ട് ഒരു ദിവസം സംസാരിക്കാനിടയായി. ഇവൻ്റെ ഭാര്യയോട് ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ച കൂട്ടത്തിൽ അറിയാതെ ആ കോപത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റായ വാക്ക് ഞാൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷമാണ് ആ രാത്രിയിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ഒരിക്കലും ഞാനത് പറയാൻ പാടില്ല. കാരണം അവളും എൻ്റെ മകളാണല്ലോ, മകൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ മകൾ തന്നെയാണല്ലോ എന്ന് ഈ അപ്പൻ തിരിച്ചറിഞ്ഞു. പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ അപ്പൻ ആദ്യം ചെയ്തത് ഇവളോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൻ ചെന്ന് അവളോട് കരം കൂപ്പി പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ഇന്നലെ നിന്നെ വിഷമിപ്പിച്ച് സംസാരിച്ചു പോയതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അവൾ വലിയ അഹങ്കാരത്തോടുകൂടി അത് കാര്യമായി എടുത്തില്ല. പ്രിയമുള്ളവരെ, അന്ന് തുടങ്ങി പല പ്രശ്നങ്ങൾ. പിന്നെ അപ്പനും മകനും തമ്മിൽ അകൽച്ച വരാൻ തുടങ്ങി. ഭാര്യ ഈ പ്രശ്നം അവസാനിപ്പിച്ച് സ്നേഹത്തിൽ ഐക്യത്തിൽ കൊണ്ടുപോകേണ്ടതിന് പകരം
ജീവിത പങ്കാളിയോട് അപ്പനോടുള്ള വെറുപ്പും നീരസവും ഒക്കെ ഈ മകനെ പറഞ്ഞു കൂട്ടി കൊടുക്കാൻ തുടങ്ങി. മകനോട് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മകൻ അവസാനം അപ്പനിൽ നിന്ന് അകലുന്ന അവസ്ഥയെത്തി. ഒരു ദിവസം അപ്പനും മകനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അവൻ കൈ ഓങ്ങി അപ്പൻ്റെ ചെകിട്ടത്തൊരു അടിയടിച്ചു. കാതിൻ്റെ ഭാഗത്ത് അടി കൊണ്ട് ഈ കാതിൽ നിന്ന് രക്തം വരാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ, അപ്പന് വല്ലാത്ത വിഷമമായി. അപ്പൻ തൻ്റെ മുറിയിലേക്ക് പോയി വിഷമിച്ചിരുന്നു. പിന്നെ ഇവർ പരസ്പരം സംസാരിക്കുകയില്ല. ഒരു വീട്ടിലാണെങ്കിലും ഒരു കുടുംബത്തിലാണെങ്കിലും ഈ അപ്പനും മക്കളും തമ്മിൽ ഒരു സ്നേഹത്തിൻ്റെ സംഭാഷണമില്ല. ഒരു പെസഹ വ്യാഴാഴ്ച പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് ഇവരൊരുങ്ങുകയാണ്. ദേവാലയത്തിലേക്ക് പോയി കാറുകളുണ്ട്, അതുകൊണ്ട് പുറമേ ഒന്നും അറിയുന്നില്ല. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ക്ഷമയുടെ പരിധി വിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതൊന്നും പുറമേ അറിയുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, പുറമേ നോക്കുമ്പോൾ ഒരു കുടുംബം എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കുന്നുവെന്നൊക്കെ പുറമേ ഒരുപക്ഷെ അറിയുന്നുണ്ടാകാം. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഹൃദയങ്ങൾ വളരെ അകന്നുപോയി. ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അപ്പനും മക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല. ഈ അപ്പൻ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി അങ്ങനെ ഒരു പെസഹ വ്യാഴാഴ്ച ദേവാലയത്തിലേക്ക് പോകാനായിട്ട് പോയി. കർത്താവിൻ്റെ പാദം കഴുകുന്ന ശുശ്രൂഷകളിലൊക്കെ പങ്കെടുത്ത് അവസാനം തിരിച്ച് വീട്ടിലേക്ക് വരാൻ സമയമായപ്പോൾ ഈ അപ്പൻ ഇളയ മകൻ്റെ കാറിൽ കയറി വീട്ടിലെത്താമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. അദ്ദേഹത്തിന് വെറുപ്പില്ല, അദ്ദേഹത്തിന് വൈരാഗ്യമില്ല. പക്ഷേ ഈ മക്കൾക്ക് വല്ലാത്ത ദേഷ്യവും വൈരാഗ്യമാണ്. ഈ മക്കൾ എന്ത് ചെയ്തു? അവർ ഈ അപ്പനെ കയറ്റാതെ കാറെടുത്ത് നേരെ വീട്ടിലെത്തി. അപ്പന് അവസാനം അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞ് അടുത്തുള്ള മൂത്ത മകനാണ് പിന്നെ ഈ അപ്പനെ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടെത്തിക്കുന്നത്. ഇതെല്ലാം ഇത്രയും വേദനകൾ വന്നപ്പോൾ അപ്പനൊരു തോന്നൽ, ഇതിങ്ങനെ പോയാൽ പറ്റില്ല. ഒന്ന് രമ്യതപ്പെടണം, ഒന്ന് ക്ഷമിക്കണം, ഒന്ന് സ്നേഹിക്കണം, പരസ്പരം പറഞ്ഞ് ഒന്ന് ഐക്യപ്പെടണം. ഈ ആഗ്രഹത്തോടെയാണ് അപ്പൻ ഈ മകനെയും കൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇത് സംസാരിക്കാനായിട്ട് തുടങ്ങി. അവനുമായിട്ട് സംസാരിക്കുമ്പോൾ അവനുടനെ അപ്പനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മനസ്സാണ്. അവൻ പറയുന്നത്, ഈ അപ്പൻ്റെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് അവൻ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം നിനക്ക് ജന്മം നൽകിയ അപ്പനല്ലേ, നീ അപ്പനെ സ്നേഹിക്കണം. അപ്പൻ എന്ത് തെറ്റ് ചെയ്താലും അപ്പൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ച വന്നാലും നിനക്ക് ക്ഷമിക്കാൻ പറ്റണം. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി ഒരു വിവാഹ ബന്ധത്തിൽ ആക്കി നിനക്ക് ആവശ്യമായ ഭവനവും വസ്തുവകകളും ഒക്കെ തന്ന അപ്പന് ചിലപ്പോൾ അപ്പൻ്റെ പ്രഷർ അല്ലെങ്കിൽ ഷുഗർ തുടങ്ങിയ കുറവുകൾ മൂലം ഈ രോഗങ്ങൾ കാരണം അപ്പൻ പെട്ടെന്ന് ശോഭിച്ച് സംസാരിച്ചതാകാം. അത് നിനക്ക് വിട്ടുകൊടുത്തൂടെ? നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? നീ അപ്പൻ്റെ നേരെ കൈയോങ്ങി അടിച്ചില്ലേ? ഇത്രയും തിന്മകൾ ചെയ്തില്ലേ? ഇനിയെങ്കിലും നിനക്ക് അപ്പനോടൊന്ന് ക്ഷമ ചോദിച്ച് ഒന്ന് രമ്യതപ്പെട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ധാർഷ്ട്യത്തോടെ പറയുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് അപ്പൻ്റെ മുമ്പിൽ എനിക്ക് മാപ്പ് ചോദിക്കേണ്ട എന്തിനാണ്? അപ്പനാണ് തെറ്റ്, അപ്പൻ്റെ കുറവാണ്. പ്രിയമുള്ളവരെ, രമ്യതയിലേക്ക് ഒന്ന് ഐക്യപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടും ഇവൻ്റെ ഹൃദയ കാഠിന്യവും ക്ഷമിക്കാൻ പറ്റുകയില്ല എന്നുള്ള വാശിയും ആ ബന്ധത്തെ അതേ തിന്മയിൽ തന്നെ നിലനിർത്താനായിട്ട്, ആ ഐക്യത്തിൽ വരാനായിട്ട് കഴിയാതെ പോയി. ഈ ഒരു സംഭവം നിങ്ങളോട് പറയുമ്പോൾ പ്രിയമുള്ള സഹോദര സഹോദരി, ചെറിയ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ആരംഭിക്കുന്ന ചെറിയ വഴക്കുകൾ ക്ഷമിക്കാൻ പറ്റാത്ത വലിയൊരു ഭാരത്തോടുകൂടി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണോ എങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ രമ്യതപ്പെടാൻ, ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകണമെന്നാണ് ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 4-5 വചനം ഇപ്രകാരമാണ്. പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തോട് കൊടുത്തതാണ്. പ്രാകൃതരായ ഒരു നിയമങ്ങളും കാലഘട്ടത്തിൽ രൂപപ്പെടാത്ത ഒരു നാളിൽ ദൈവം വളരെ മനോഹരമായ രീതിയിൽ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന ഒരു നിയമമാണ് ഈ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 4-5 വാക്യം. ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം. നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത ചുമടിന് കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത്, അതിനെ എഴുന്നേൽപ്പിക്കുവാൻ അവനെ സഹായിക്കണം. പ്രിയമുള്ളവരെ, ശത്രുവിനോട് പോലും ക്ഷമ കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകണമെന്ന്. നിന്നെ വേദനിപ്പിച്ച വ്യക്തിയാകാം, നിന്നെ തകർക്കാൻ ശ്രമിച്ച വ്യക്തിയായിരിക്കാം, ആ വ്യക്തിയോട് പോലും നീ ക്ഷമിച്ചേ നിലപാടുകൾ എടുക്കാവൂ എന്ന്
ദൈവം ആവശ്യപ്പെടുകയാണ്. ക്ഷമയില്ലാത്തത് മൂലമാണ് നമ്മുടെയൊക്കെ ബുദ്ധി മരവിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, അവൻ്റെ അപ്പനോട് അവന് ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ ബുദ്ധി മരവിച്ചു പോയി. ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തിന്മ അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം ആദ്യത്തെ ആ ക്ഷമ അവൻ കൊടുക്കാൻ പറ്റിയില്ല. കാരണം ജീവിത പങ്കാളിയോട് അപ്പനൊരു ആവശ്യമില്ലാത്തൊരു വാക്ക് ഉപയോഗിച്ചു, അതിനപ്പൻ മാപ്പ് ചോദിച്ചു. എന്നിട്ടും അത് ക്ഷമിക്കാൻ ഇവന് കഴിയാതെ വന്നപ്പോൾ അവൻ്റെ ബുദ്ധി ആ തിന്മ നിറഞ്ഞതായിട്ട് മാറി. പിന്നെ ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പനെ അടിക്കുന്ന അവസ്ഥയിൽ ഇവൻ എത്തിച്ചേർന്നു. അപ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 19:11 പറയുകയാണ്, സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും, തെറ്റു പൊറുക്കുന്നത് അവന് ഭൂഷണമാണ്. കാരണം സദ്ബുദ്ധി ഉണ്ടെങ്കിലേ, ശരിയായ ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ്റെ ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കാൻ പറ്റും. തെറ്റു പൊറുക്കുന്നത് അവന് ഭൂഷണമാണ്. കാരണം അവൻ എപ്പോഴും ക്ഷമിക്കാനേ ശ്രമിക്കൂ, വിട്ടുകൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടാവും. സുഭാഷിതങ്ങൾ 25, 21, 22 വചനം, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അതവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. കാരണം ക്ഷമയ്ക്ക് അളവുകളില്ല പ്രിയമുള്ളവരെ. എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകാറുണ്ട്. ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിഷമതകൾ തരുമ്പോൾ ഒരു പ്രാവശ്യം ക്ഷമിച്ചിട്ടും അത് മറക്കാതെ ആ ക്ഷമ കൊടുത്തു എന്നുള്ള ചിന്തയോടെ നമ്മൾ ഉള്ളിൽ ഒതുക്കി കൊണ്ടുപോകും. വീണ്ടും ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം വീണ്ടും അത് എടുത്തു വെച്ച് അത് സംസാരിച്ച് ബന്ധങ്ങൾ തകർക്കുന്ന അവസ്ഥയിലാകുവാൻ കാരണം നമ്മൾ ഈശോയുടെ വചനം നമ്മൾ തിരിച്ചറിയുന്നില്ല, ഗൗരവമായി എടുക്കുന്നില്ല. പത്രോസ് ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, എന്നോട് തെറ്റ് ചെയ്യുന്നവനോട് എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ എന്ന് പത്രോസ് ചോദിക്കുക. എന്നാൽ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ക്ഷമയ്ക്ക് അതിരുകളില്ല. കാരണം 7-70 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം അവൻ ക്ഷമ ചോദിച്ചു വന്നാലും നിനക്ക് വിട്ടുകൊടുക്കാനായിട്ട്, ക്ഷമിക്കാനായിട്ട് കഴിയണം. 7-70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് ഈശോ പത്രോസിനോട് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ക്ഷമിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്. ക്ഷമിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. ക്ഷമിക്കുമ്പോൾ എന്താണ് ലഭിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് കൂടുതൽ ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, പ്രാർത്ഥന സ്വീകാര്യമാകണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകാര്യമാകണമെങ്കിൽ നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. മാർക്കൂസിൻ്റെ സുവിശേഷം 11-24 ഇപ്രകാരം പറയുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. തുടർന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ വീണ്ടും പഠിപ്പിക്കുകയാണ്. മാർക്കൂസിൻ്റെ സുവിശേഷം 11-25-26 വചനങ്ങളിൽ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പറയുക, പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കണമെങ്കിൽ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് തുടർന്നുള്ള വചനത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുവാൻ നമ്മൾ ക്ഷമിച്ചേ മതിയാവൂ. നീ ക്ഷമിക്കാതിരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന നിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് ഉത്തരം ലഭിക്കുകയില്ല. ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നീ ആദ്യം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആരോടെങ്കിലും നിനക്ക് ക്ഷമിക്കാനുണ്ടോ എങ്കിൽ അത് ചെയ്തതിന് ശേഷം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. രണ്ടാമത്, ദൈവത്തിൽ നിന്ന് ക്ഷമ കിട്ടുവാൻ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം. ദൈവത്തിൽ നിന്ന് ക്ഷമ കിട്ടാൻ നമ്മൾ മറ്റുള്ളവരോട് ആദ്യം ക്ഷമിക്കണം. ലൂക്കായുടെ സുവിശേഷം 6:37, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോട് ക്ഷമിക്കപ്പെടും. കുമ്പസാരം എന്ന കൂദാശയിലൊക്കെ നമ്മൾ ചെന്ന് നമ്മുടെ കുറവുകൾ, കുറ്റങ്ങളെല്ലാം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ആ കൂദാശയിൽ നമ്മളോട് ക്ഷമിക്കുകയാണ്. പക്ഷെ ആ ക്ഷമയുടെ പൂർണ്ണത നമുക്ക് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളോട് വെറുപ്പുള്ളവരോടും വിരോധമുള്ളവരോടും നമ്മളെ വിഷമിപ്പിച്ചുള്ളവരോടും നമ്മൾ ക്ഷമിക്കാതെ അത് ഉള്ളിൽ കൊണ്ട് നടക്കും. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചവരോടൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇന്ന കുറവ് അവനോട് ചെയ്തു, ഇന്ന തെറ്റ് അവനോട് ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറയും. പക്ഷേ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ക്ഷമ കിട്ടാൻ സാധ്യതയില്ല. ദൈവം നമ്മളോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാനായിട്ട് കടമയുണ്ട്. റോമ 12:17, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്,
ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവിൻ. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കണമെന്നാണ് ദൈവം പറയുന്നത്. മൂന്നാമത്, ദൈവം നമ്മളോട് ക്ഷമിച്ചത് കൊണ്ട് നാം ക്ഷമിക്കണം. ദൈവം നമ്മളോട് ക്ഷമിച്ചത് കൊണ്ട് നാം ക്ഷമിക്കണം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3:13, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. അപ്പോൾ മറ്റൊരാളോട് ക്ഷമിക്കാനായിട്ട് നമ്മളെ നിർബന്ധിക്കുന്നത് കർത്താവിൻ്റെ ക്ഷമയുടെ ആഴമാണ്. അവൻ കുരിശോളം നമ്മളോട് ക്ഷമിച്ചു. എങ്ങനെയാണ് ഈശോ നമ്മളോട് ക്ഷമിച്ചത്? എല്ലാ പാവങ്ങളും, നീ ബോധപൂർവം ചെയ്യുന്ന പാവങ്ങളെപ്പോലും നീ കർത്താവെ തെറ്റ് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ ദൈവം നിന്നോട് നിരുപാധികം ക്ഷമ തരുകയാണ്. അപ്പോൾ ദൈവം ക്ഷമിച്ചതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചേ മതിയാവുകയുള്ളൂ. നാലാമത്, അനുഗ്രഹം അവകാശമാക്കുവാൻ ക്ഷമിക്കണം. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാ. പത്രോസ്ലിയുടെ 1-ാം ലേഖനത്തിൽ 3-ാം-9, തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. അബ്രഹാത്തിൻ്റെ ജീവിതം ക്ഷമയുടെ ജീവിതമായിരുന്നില്ലേ? പൂർവ്വപിതാക്കന്മാരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം ക്ഷമിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ജീവിതമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. നീ ഒരു അനുഗ്രഹമാണ് എന്ന് ദൈവം നമ്മളെ നോക്കി പറയണമെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം. നീ ഓരോ പ്രാവശ്യവും ക്ഷമിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് നീ ക്ഷമിക്കുമ്പോൾ ദൈവം നിന്നെ നോക്കി പറയും, നീ അനുഗ്രഹമാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ള പിൻതലമുറയ്ക്കും ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്നവരായിട്ട് മാറണം. അഞ്ചാമത്, ദൈവത്തിൻ്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ അനേകർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ദൈവാന്വേഷകരാണ് നമ്മുടെ ചുറ്റുപാടുകളിലുള്ളത്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഞാൻ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു ജീവിക്കുന്ന ജീവിതമാണ് എൻ്റെ ജീവിതമെന്ന് പറയുന്ന വ്യക്തി ക്ഷമിക്കാതിരിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മുഖത്തെ മറയ്ക്കുകയാണ്. മറ്റുള്ളവർ നിന്നിലൂടെ കാണേണ്ട ദൈവത്തിൻ്റെ മുഖത്തെ നീ മറച്ചു പിടിക്കുകയാണ് നിൻ്റെ ക്ഷമയില്ലായ്മ മൂലം. നീ ക്ഷമിക്കുമ്പോൾ നിൻ്റെ മുഖം കാണുന്നവർ പറയും, ഞാൻ ദൈവത്തെ കണ്ടുവെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായ സംഭവം നമുക്ക് കാണാം. യാക്കോബിൻ്റെയും യേസാവിൻ്റെയും ജീവിതത്തിൽ ഇസഹാക്കിൻ്റെ മക്കളാണ് ഇവർ. ഇസഹാക്കിൻ്റെ മക്കളായ യാക്കോബും യേസാവും. പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹം തട്ടിയെടുത്തുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. യാക്കോബ് യേസാവിനെ പറ്റിച്ചിട്ട് പോവുകയാണ്. അവസാനം ഇവർ വീണ്ടും എല്ലാം ഒരു വേള ഇവർ പരസ്പരം കണ്ടുമുട്ടാനായിട്ട് ദൈവം തന്നെ ഇടയാക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഇവരെ രണ്ടുപേരെയും കണ്ടുമുട്ടാൻ ഇടയാക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടതെന്ന് യാക്കോബ് യേസാവിനെ നോക്കി പറയുക. അപ്പൻ്റെ അനുഗ്രഹം മൂത്ത മകന് യേസാവിന് അവകാശപ്പെട്ടതാണ്. യാക്കോബ് അത് തട്ടിയെടുത്തു. കാരണം യേസാവിന് കൊടുക്കേണ്ട അനുഗ്രഹം ചതിയിലൂടെ ഈ യാക്കോബ് തട്ടിയെടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് പിന്നെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ ഒളിച്ചോടുകയാണ്. പക്ഷേ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കണ്ടുമുട്ടാനിടയാക്കും. നീ ആരിൽ നിന്ന് എവിടെ നിന്ന് ഓടിയാലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും തലങ്ങളിൽ മറ്റുള്ളവരുമായി കണ്ടുമുട്ടാൻ ദൈവം ഇടവരുത്തും. അവിടെ നീ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുഖം നിന്നിലൂടെ കാണും. ഇവിടെ സംഭവിക്കുന്നത് അതുതന്നെയാണ്. യാക്കോബ് ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടതെന്ന് യേസാവിനെ നോക്കി പറയുമ്പോൾ യേസാവ് യാക്കോബിനോട് ക്ഷമിച്ചതുകൊണ്ടാണ് യാക്കോബിന് ദൈവത്തിൻ്റെ മുഖം യേസാവിൽ കാണാൻ പറ്റിയത്. അപ്പോൾ അപ്പൻ്റെ അനുഗ്രഹം എടുത്തിട്ടും ആ തട്ടിയെടുത്തവനോട് ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ ആ ക്ഷമിച്ചവൻ്റെ മുഖം കണ്ടവരൊക്കെ ദൈവത്തെ കാണാനിടയായി. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഈ ഒരു വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുഖമാണ് കാണുന്നത്. ഗ്രഹാം സ്റ്റെയിൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ഗ്ലാഡി സ്റ്റെയിൻ്റെ ജീവിത പങ്കാളിയായ ഗ്രഹാം സ്റ്റെയിനെയും ആ രണ്ട് മക്കളെയും ജീപ്പിലിട്ട് ഒരു ക്രിസ്മസ് രാത്രിയിൽ അവർ കത്തിച്ചു കൊന്നപ്പോൾ, പ്രിയമുള്ളവരെ, ഗ്ലാഡി സ്റ്റെയിൻസ് ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ തെറ്റുകൾ ചെയ്തവരോട് ക്ഷമിക്കുന്നു, ഈ തെറ്റുകൾ ചെയ്തവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവനും വിസ്മയത്തോടെ അവരെ നോക്കി. കാരണം ദൈവത്തിൻ്റെ വലിയ ആ ഒരു സാന്നിധ്യം, ദൈവത്തെ ലോകം മുഴുവനും കേൾക്കുവാൻ തക്ക വിധം ഇടയായി. നീ ക്ഷമിച്ചുകൊണ്ട് നീ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം മറ്റുള്ളവർ കേൾക്കും. നീ ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ നിൻ്റെ മുഖത്ത് നോക്കുന്നവർ ദൈവത്തിൻ്റെ മുഖം കാണും. അതുകൊണ്ട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ടുള്ള അവസരമാണെന്ന് തിരിച്ചറിയണം. ആറാമത്,
മറ്റുള്ളവരെ രക്ഷിക്കുവാനും അവർക്ക് അനുഗ്രഹമാകുവാനും നമ്മൾ ക്ഷമിക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് രക്ഷിക്കുവാനാണ്, തകർക്കുവാനല്ല, നശിപ്പിക്കുവാനല്ല. മറ്റുള്ളവരെ രക്ഷിക്കണമെങ്കിൽ, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ജോസഫിനെ സഹോദരങ്ങളെല്ലാം പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുന്നു, ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. ഈ തലങ്ങളിൽ, ഓരോ തലങ്ങളിലൂടെയും ജോസഫ് ഇങ്ങനെ കടന്നു പോവുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ ജോസഫ് ക്ഷമിച്ചു പോയ ജീവിതമാണ് കാണുന്നത്. സഹോദരങ്ങളോട് ക്ഷമിക്കുന്നു, തന്നെ ചതിയിൽ കുടുക്കി തൻ്റെ പേരും തൻ്റെ ജീവിതവും തകർക്കാൻ ശ്രമിക്കുന്ന പൊത്തീഫറിൻ്റെ ഭാര്യയോട് ക്ഷമിക്കുന്നു. ജയിലറകളിൽ തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചിട്ട് അത് സ്വീകരിച്ചിട്ട് മറന്നു കളയുന്ന സഹതടവുകാരോട് ജോസഫ് ക്ഷമിക്കുന്നു. എല്ലായിടത്തും ജോസഫ് ക്ഷമിക്കുകയാണ്. ഈ ജോസഫിൻ്റെ ഈ ജീവിതശൈലി, ജോസഫ് അത് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാനായിട്ട്, മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ജോസഫിനെ ഉപയോഗിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 45:5 എന്നെ ഇവിടെ വിറ്റതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 50-ാം അധ്യായം 20 നമ്മൾ കാണുന്നു, വീണ്ടും നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയ്ക്കായി മാറ്റി, ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഇത് ചെയ്തത്. പ്രിയമുള്ളവരെ, ക്ഷമിക്കണം. എന്തിന്? മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും മറ്റുള്ളവരെ രക്ഷിക്കുവാനും നീ കാരണമാകും ക്ഷമിക്കുമ്പോൾ. 7-ാമത്, മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുവാൻ ക്ഷമിക്കണം. കാരണം നിൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു സൗഖ്യമായി മാറണമെങ്കിൽ നീ ക്ഷമിക്കണം. സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം 1 നമ്മൾ കാണുന്നുണ്ട്, മിരിയാമും അഹറോനും മോശയ്ക്കെതിരെ ദുരാരോപണങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ മോശയുടെ ആ പേര് തകർക്കാനായിട്ട് ശ്രമിച്ചു. മോശ ഇത് കേട്ടു, പക്ഷെ മോശ ഉള്ളിൽ അവരോട് ക്ഷമിച്ചു. പക്ഷെ ആദ്യം ഈ തിന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതൊരു തിന്മയുടെ പിന്നിലും അതിൻ്റെ പരിണിത ഫലം വരും, അതറിയാം. കാരണം ഈ മിരിയാമിൻ്റെ ശരീരം പകുതി അഴുകി കുഷ്ഠരോഗിയായിട്ട് മാറി. സംഖ്യയുടെ പുസ്തകത്തിൽ ക്ഷമിച്ചുകൊണ്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മോശയുടെ പ്രാർത്ഥന കേട്ട് ദൈവം മിരിയാമിനെ സുഖപ്പെടുത്തുന്നു. 12-ാം അധ്യായം, സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 13 മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കേണപേക്ഷിക്കുന്നു. കർത്താവിനോട് നിലവിളിച്ച് മോശ പ്രാർത്ഥിക്കുക, ഞാൻ കേണപേക്ഷിക്കുന്നു, ദൈവമേ അവളെ സുഖപ്പെടുത്തണമേ. നിന്നെ വേദനിപ്പിച്ചവരോട് നീ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ സുഖപ്പെടുത്തും. അതല്ലാതെ എന്നെ വേദനിപ്പിച്ചവരല്ലേ, അവന് 2 പണിയിരിക്കട്ടെ, അവനല്പം ഒന്ന് വിഷമിക്കട്ടെ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നീ ക്ഷമിച്ചിട്ടില്ല. നീ ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളം നിന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറുമ്പോൾ നീ ക്ഷമിച്ചതിനടയാളമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ, സാവൂളിനോട് ദാവീദ് നിരുപാധികം ക്ഷമിക്കുകയാണ്. ഈശോയുടെ കാൽവരിയുടെ കുരിശിൽ ഈശോ തൂങ്ങിക്കിടക്കുമ്പോഴും ഈശോ നിരുപാധികം എല്ലാവരോടും ക്ഷമിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായം 34 യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ക്ഷമിക്കണമെങ്കിൽ ഈ ഒരു മനോഭാവം നമ്മൾ സ്വന്തമാക്കണം. കാരണം ഈശോ എല്ലാവരോടും ക്ഷമിക്കുവാൻ തയ്യാറായത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്നുള്ളൊരു മനോഭാവം ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഈശോയ്ക്കറിയാം, കാരണം തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ വിഷമിപ്പിക്കുന്നവർ, കുരിശിൽ നിന്ന് ഇറങ്ങി വരുവാനായിട്ട് പറയുന്നവർ, നീ മറ്റുള്ളവരെ രക്ഷിച്ചു, നിന്നെ തന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയുന്നില്ല എന്ന് കളിയാക്കുന്നവർ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ചങ്കത്ത് കുന്തം കൊണ്ട് കുത്തുന്നവന് പോലും അവനറിയാം, ഇതിങ്ങനെ കുത്തുമ്പോൾ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകും, ആ വ്യക്തി മരിക്കും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ചങ്കിൽ കുത്തുന്നത്. ക്രിസ്തുവിൻ്റെ ചങ്കിൽ കുത്തിയവനോടും ക്രിസ്തു ക്ഷമിച്ചപ്പോൾ അത് സൗഖ്യമായി അനുഗ്രഹമായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ക്ഷമിക്കുന്നവരാകാം. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് വാശി പിടിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളണം, നീ ദൈവത്തിനെതിരായി നിലപാടെടുക്കുന്നു. ഈ ഭൂമിയിൽ തീരുന്നതല്ല നിൻ്റെ ജീവിതം. ഈ ഭൂമിയിൽ തീരുന്നതായിരുന്നുവെങ്കിൽ വാശിയും വെറുപ്പും വൈരാഗ്യവും വെച്ച് ആരോടും ക്ഷമിക്കാതെ നിനക്ക് അഹങ്കാരത്തിൻ്റെ ജീവിതം നയിച്ച് നിത്യ നരകാഗ്നിയിൽ ചെന്ന് വീഴാം. അതല്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു. നീ ഈ ഭൂമിയിൽ ക്ഷമിക്കുമ്പോൾ നിനക്ക് സ്വർഗം അവൻ നൽകും. നീ ക്ഷമിച്ച് ജീവിക്കുമ്പോൾ സ്വർഗത്തിന് അവകാശിയായിട്ട് നീ മാറും. നീ ക്ഷമിച്ച് ജീവിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരും. നീ ക്ഷമിച്ച് ജീവിക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് സുഖപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായിട്ട് മാറും. നീ ക്ഷമിക്കുമ്പോൾ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. നമുക്ക് നിരുപാധികം ക്ഷമിക്കുന്നവരാകാം. ചെറിയ തെറ്റുകളെ
ഉള്ളിൽ കൊണ്ട് നടക്കാതിരിക്കാം. വലിയ തെറ്റുകളെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി പൂർണ്ണമായി നന്മയുടെ ജീവിതം നയിക്കുന്നവരാകാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ക്ഷമിക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് ക്ഷമ കിട്ടുന്നത്. പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകൾ ക്ഷമിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ വീഴ്ചകൾ ക്ഷമിക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നവരാണല്ലോ. ഈ ദിനത്തിൽ ക്ഷമയുടെ ആവശ്യകതയെയും ക്ഷമിക്കുമ്പോൾ ലഭിക്കുന്ന നന്മകളെയും, ക്ഷമിച്ചാലേ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാവുകയുള്ളൂ എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ക്ഷമിക്കുവാനായിട്ടുള്ള ആത്മാവിൻ്റെ ബലം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുറവുകളിൽ, ബലഹീനതകളിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് എല്ലാവരോടും ക്ഷമിച്ച്, സ്നേഹിച്ച്, കരുതലോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.